ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സിബിൻ വ്ളോഗ്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. സുഹൃത്തുക്കളെ, ഇവിടെ കേരളത്തിലുള്ള പയ്യന്മാർക്ക് ഇപ്പോൾ പെണ്ണ് കെട്ടാനായിട്ട് പറ്റുന്നില്ല. അതായത് കേരളത്തിൽ പെണ്ണുങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പം ഒരു പയ്യനിപ്പോൾ ഒരു പെണ്ണ് നോക്കണമെന്ന് വെച്ചാൽ അത് റെഡി ആവണമെന്നില്ല. കാരണം ഈ കേരളത്തിൽ വെച്ചാൽ നാൾപ്പൊരുത്തം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ ഒത്തു വന്നാൽ മാത്രമേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇപ്പം ഈ ചൊവ്വാദോഷം, ശനിദോഷം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചൊവ്വാദോഷമുള്ള പെണ്ണിനെ മാത്രമേ ചൊവ്വാദോഷം ഉള്ളവന് കെട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിലൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒന്ന് രണ്ട് പയ്യന്മാരൊക്കെ ഇവിടെ നിന്ന് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടി. അവിടെ വേറെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പെണ്ണ് അവന്മാർക്ക് സ്ത്രീധനം കിട്ടിയത് കുറച്ച് 2-3 ഏക്കർ പെരേടമൊക്കെ കിട്ടി. അവിടെ മിക്ക ആളുകൾക്കും നല്ല ഇഷ്ടം പോലെ ഫ്ലോട്ടുകളൊക്കെ ഉണ്ട്. പെരേടമൊക്കെ കൊടുത്തു. ഇപ്പോൾ സ്ത്രീധനം കിട്ടിയത് പെരേടമുണ്ട്, ഫ്ലോട്ടുകളാണ് കൊടുത്തത്, തെങ്ങിൻ തോട്ടം. അപ്പം തമിഴ്നാട്ടിൽ അവിടുത്തെ ആളുകളുടെ ഒരു മൈൻഡ് കേരളത്തിലെ പയ്യന്മാരെ കിട്ടാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് തിരക്കിയായിരുന്നു എന്താണ് നടക്കുക. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇതൊരു കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു വരുന്നുണ്ട്. ഈ എൻ്റെ വീട് ഇവിടെ ട്രിവാൻഡ്രമാണ്. ഇവിടെ അടുത്താണ് ഈ തമിഴ്നാട് ബോർഡർ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു സർവേ നടത്തി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ പെണ്ണ് നോക്കിയിട്ട് ഒന്നും റെഡി ആവുന്നില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ പോയി പെണ്ണ് കെട്ടുന്നത്. അവിടെ വേറെ ചോദ്യവും പറച്ചിലും അങ്ങനെയൊന്നുമില്ല. പെണ്ണിനും ആണിനും ഇഷ്ടമാണെങ്കിൽ അവർ കല്യാണം നടത്തി കൊടുക്കും. പിന്നെ ഇവിടുത്തെ കണക്ക് ചൊവ്വാദോഷം, ശനി അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നും അവിടെ ഇല്ല. എന്തായാലും അവർ ജീവിക്കട്ടെ. കേരളത്തിലെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ജ്യോതിഷപ്രകാരം ഓരോ ഇതുണ്ട്, നാൾപ്പൊരുത്തമൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു കല്യാണം നടക്കുമ്പോൾ ഒരുപാട് സമയം